طباخ من منذ 40 سنة. أطبخ على نوعين، أطبخ على الخشب وأطبخ على الغاز. فهذا مطبخنا من أشهر المطابخ الخليجية في الخليج العربي، يقدم الأكلات الشعبية الخليجية الإماراتية بحتا. فأنا سعيد بلقائك. أنت من كيرلا؟ കേരള. يا كيرلا بوت أتشا. ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മന്തി റെസ്റ്റോറൻ്റാണ്. നമ്മൾ മന്തി റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം മന്തി റെസ്റ്റോറൻറ്റുകളാണ്. മന്തി ഏത് കൊച്ചുകുട്ടികളും മന്തി കഴിക്കാൻ പോകുക എന്നുള്ളത്. എന്നാൽ മന്തി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ട്രഡീഷണൽ ഫുഡാണ് അറബികളുടെ, പ്രത്യേകിച്ച് യമനികളുടെ. ഇവിടെ ഞാനിപ്പോൾ UAE ഷാർജയിൽ ദെയ്ദ് റോഡിലുള്ള ഒരു മന്തി റെസ്റ്റോറൻ്റാണ്. ഇത് ഒരുപാട് വർഷം, അതായത് ഏകദേശം ഇപ്പോൾ 30 വർഷത്തിനൊക്കെ മേലായിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻ്റാണ്. ഇത് അവരെ പഴയകാല മന്തിയുടെ മജ്ലിസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ അവിടുത്തെ ഓണറുടെ ഫോട്ടോയും കാര്യങ്ങളും ആ പഴയ ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ശരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മന്തി ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഒരു പഴയ മന്തിയുടെ ഒരു ചെമ്പൊക്കെ ഉണ്ടല്ലോ, മന്തി ഉണ്ടാക്കുന്ന കുഴിയിലിറക്കി വെക്കുന്ന ആ സംഭവമൊക്കെയാണ് അതിൽ ഇവിടെ വെച്ചിരിക്കുകയാണ്. ശരിക്കുള്ള മന്തി മേലെയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ കിടക്കാം. ഓക്കെ, ഈ മന്തി ഇതുള്ളത് ഇതിൻ്റെ മേൽഭാഗത്താണ്. മുകളിലായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ്. ഇവിടെയൊക്കെ ഒരു ചിത്രങ്ങൾ വെച്ചുള്ള പഴയ കാലത്തെ സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന കംപ്ലീറ്റ് ആ പഴയ ട്രഡീഷണൽ രീതിയിലാണ്. പുതിയ സംഭവങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒരു വെയിറ്ററാണ്. അങ്ങനെ നമുക്ക് മൊബീനിക്ക് തരുക ബംഗ്ലാദേശിക്ക. ഇവിടുത്തെ വെയിറ്റർമാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മെനു എന്നുള്ളത് ഇവരുടെ ടീഷർട്ടിലാണുള്ളത്. ഇവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്നുള്ളത് ഇവരെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പുറകിലുണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു ഫാമിലി റൂമേ. ഇവിടെ കണ്ടപ്പോൾ ഇവിടെ ഇതൊരു ഫാമിലി റൂം ഏരിയയാണ്. ഇവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ടില്ലേ, പഴയ സ്റ്റൈൽ, പഴയ ഇതുപോലെ റെസ്റ്റോറൻറ്റ് നമുക്കുള്ളൊരു വീട് പോലെ കുറേ റൂം ആണ്. ഇതൊക്കെ ഒരു ഫാമിലി റൂമാണ്. ഇവിടെ ഇരിക്കാനുള്ളൊരു ഇതുണ്ട്. ഇവിടെ ടേബിളുണ്ട്. ഇതൊക്കെ മജ്ലിസാണ്. അവർ അവിടെ കൊടുത്തിട്ടുള്ള പില്ലോസ് ഉണ്ടല്ലേ, ഇപ്പോഴത്തെ നമ്മളെ ദീവാനി വെക്കുന്ന സംഭവമല്ല, പഴയ കാലത്തുള്ള ഇവരെ മെനു അറബിക്, ഓൺലി അറബിക്കാണ്. അപ്പോൾ ആ ദീവാനി ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതില്ലാതെ പഴയ ആ പില്ലോ, പഴയ കളറ്, ആ ഡിസൈന് അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പഴയ കൊണ്ട് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പുരാണ ഡിസൈൻ. ഇവിടെ ഇതുപോലെ റൂമുണ്ട്. ഇവിടെ വാഷ്റൂം, ഹുക്ക, നമ്മൾ ശീശി വലിക്കണ പോലെ. ഇവിടെ അങ്ങനെ ഇത് റൈസ് റൂം തന്നെ. ഇതിങ്ങനെ കടന്നു വന്നാൽ ഇതൊക്കെ റൂമുകൾ. അവിടെ ഒക്കെ മജ്ലിസ്. ഇതിൻ്റെ ആളുണ്ട് കേട്ടോ, ഇവിടെ ആളുണ്ട്. ജായക കണ്ട, ഇവിടെയൊക്കെ മജ്ലിസ് റൂമുകളാണ്. ഇവിടെയൊക്കെ ഈ ഇതുപോലെ പഴയ കാല ചിത്രങ്ങളും കണ്ട ദീവാൻ. ഇവിടെ ഇവർ നിസ്കരിക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു സ്ഥലം തോന്നുന്നുണ്ട്. ഖുർആനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് മെയിൻ എൻട്രൻസിലേക്ക് കയറി വന്നാൽ ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ്. ഇവിടുത്തെ ടേബിള് കാര്യങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ആ പഴയ സംഭവങ്ങളൊക്കെ. അദ്ദേഹം ഖാലിദ്, നമ്മുടെ ഇവിടുത്തെ ഓണർ, ഇവിടെ വിസിറ്റ് ചെയ്ത ഷെയ്ഖന്മാരും നേതാക്കളുടെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഖാലിദ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ച ആളെ കൂടെയാണ് നിൽക്കുന്ന ഫോട്ടോസാണ്. ഒരുപാട് അത് ഈ UAE സ്ഥാപക നേതാവ് ഷെയ്ഖ് സായിദ്, അദ്ദേഹം അടക്കം ഈ ഒരു മന്തിയിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മറ്റൊരുപാട് ഷെയ്ഖന്മാരടക്കം. ഇദ്ദേഹമാണ് ഇതിൻ്റെ അർബാബ് എന്ന് പറഞ്ഞാൽ ഖാലിദ്. خالد محمد عبد الله حسن الملقب بخالد حرية. ما شاء الله. طباخ من منذ 40 سنة. أطبخ على نوعين، أطبخ على الخشب وأطبخ على الغاز. فهذا مطبخنا من أشهر المطابخ الخليجية
في الخليج العربي يقدم الأكلات الشعبية الخليجية الإماراتية بحتا. فأنا سعيد بلقائك. أنت من كيرلا؟ കേരള. يا كيرلا بوت أتشا كيرلا نفرات كلها زين. كيرلا أنت من الأندية، والأندية اسمها بهار، معلوم بهار؟ بهار. فإحنا بهاراتنا البهارات الهندية من الأذلية، من أيام قبل 100 سنة، قبل 100 السنة كان بابا أنا وبشامل أنا بابا وجدي مالنا يروح كيرلا، يروح كلاكوت، يروح ملبار، يروح بمبي. هذه يجيب بهار مال كان. إيه إن شاء الله. أنتوا من بطل ولا يمن؟ أنا من خورفكان. أنا خورفكان. أنا مولود في خورفكان عام 1961. كم في فرعين؟ أنا في 10 فرع ما شاء الله. 10 فرع. 10 في الإمارات. الشيخ زايد من يجيني ولا؟ لا الشيخ زايد أنا بعدين. نعم لكن هذا كله صورة أنا يطبخ مشان نفرات. إيه. وهذا صورة طال عمر. شوفها هذا كان مال الإمارات. شوفها هذا كله صور. ഇവിടെ ന്യൂസുകൾ വന്നതും ഇവിടുത്തെ വന്ന ഷെയ്ഖിൻ്റെ ഫോട്ടോസ് ഇതിന് അഷു ഫിഫ. نعم فيفا. نعم ഫിഫ വേൾഡ് കപ്പിൻ്റെ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഓണറാണ്. ഒമാൻ ഷെയ്ഖിൻ്റെ കൂടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇവിടെ വന്ന് കഴിച്ച ഷെയ്ഖുമാർ, ഒരുപാട് ഷെയ്ഖുമാർ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പഴയ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളോട് സംസാരിച്ചത് ഇതിൻ്റെ ഈ ഓണറാണ്, ഖാലിദ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് 10ഓളം ബ്രാഞ്ചുകളുണ്ട്. പഴയത് 40 വർഷത്തോളമായി, 30-40 വർഷമായി. ഒരുപാട് ഷെയ്ഖുമാരൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ ഇവിടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഒരു, അതായത് ഒറിജിനൽ ശരിക്കുള്ള മന്തി റെസ്റ്റോറൻ്റാണ്. മന്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മന്തി ഒന്നല്ല, ഒറിജിനൽ മന്തിയാണെന്നുള്ളതാണ്. അത് അത്രയും വർഷം അയാൾ ഇവിടുത്തെ തബ്ബാക്കും കൂടിയാണ് കേട്ടോ. അവിടെ ഈ മന്തി ഉണ്ടാക്കുന്ന ആളും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു മന്തി. അങ്ങനെ ഒറിജിനൽ മന്തി ഷോപ്പിൽ വന്നിട്ട് ഞങ്ങൾ മന്തി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഹസനാർക്കുണ്ട്. മട്ടൻ മന്തിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇവിടുത്തെ, ഇപ്പോൾ ഖാലിദിനെ സംസാരിച്ചില്ല, നേരെ സംസാരിച്ചത്. അദ്ദേഹം ഇവിടുത്തെ ഷെഫ്, അദ്ദേഹത്തിൻ്റെ മന്തിയാണ്. അദ്ദേഹം ഇവിടുത്തെ കുക്കായിരുന്നു. ഇപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അതിലിടുന്നുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിനോട് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ്. കാരണം 10 ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെ എവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഭാഗ്യം കൊണ്ട് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്, സംസാരിക്കാൻ പറ്റി. പലപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ ഫോട്ടോയിൽ കാണാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഓണർ ഇതാണ്, ഇദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇവിടുത്തെ ആദ്യം മന്തി ഉണ്ടാക്കിയിരുന്ന ഇവിടുത്തെ ഷെഫ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ആളെ കാണിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. എന്തോ നമ്മുടെ ഭാഗ്യം പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറ്റിയതിന് വലിയ കാര്യമാണ്. നമ്മുടെ മന്തി വന്നിട്ടുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള മന്തി, മട്ടൻ മന്തിയാണ്. ഇതിൻ്റെ കൂടെ ഒരു സലാഡ് വന്നിട്ടുണ്ട്, പിന്നെ തൈര്. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല മൈനീസ് അല്ല, ശരിക്കും തൈരാണ് നമ്മൾ ഈ മന്തിയിൽ ഉപയോഗിക്കുക. പിന്നെ ഇതിനൊരു ഷത്ത എന്ന് പറയും, അല്ലെങ്കിൽ മഴബൂച്ച് എന്നൊക്കെ പറയുന്ന ഒരു തക്കാളിയൊക്കെ ഉള്ളൊരു ചട്നിയാണ്. നമ്മളധികം കാണാത്തൊരു സംഭവമുണ്ട്. അതിൻ്റെ കൂടെ ഈത്തപ്പഴം കൊടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെതായ ഒരു സ്റ്റീലിൻ്റെ തളികയിൽ നമുക്ക് കഴിക്കല്ലേ ചെന്നേർക്ക. ഇതിൻ്റെ രീതി തന്നെ അങ്ങനെ തൈര് ഒഴിക്കുക, പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിനി ഇതിൽ മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും കൂടി കുഴക്കുക. മട്ടൻ്റെ പീസുകളൊക്കെ 4 പീസല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാണ്. ഇവിടെയൊക്കെ അറബി വീടുകളാണ്. ഇദ്ദേഹത്തിൻ്റെ വീടാണിത്. പുറകിൽ ആ വീടിനാണ് അങ്ങനെ ഒരു മന്തി ഇതാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭം. ഇവിടെയാണ്
ഏകദേശം 30-40 വർഷമായിട്ട് ഇവിടെയാണ് ഈ ഷെയ്ഖുമാരൊക്കെ വന്നിട്ടുള്ളത്. മറ്റുള്ളവർത്തൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഏകദേശം 10ഓളം ബ്രാഞ്ചുകൾ ഇപ്പോൾ അവർക്കുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്, ദുബായിലും അല്ലെങ്കിൽ ഷാർജയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ മദ്ബഖ് ഖാലിദ് ഹരിയ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ട്രഡീഷണൽ മന്തി, പഴയ ഒരു മന്തി പരിചയപ്പെടുത്തുന്നതും ഇവിടുത്തെ ഷെയ്ഖ് സായിദ് പോലത്തെ വലിയ വലിയ ഷെയ്ഖുമാരൊക്കെ വന്നിട്ടുള്ള ഇത് അവിടുത്തെ ആദ്യത്തെ ഇദ്ദേഹത്തിൻ്റെ ഖാലിദ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭം. ഇവിടെ ഇതിന് വീടും കൂടിയാണത്, അതിനാണ് മന്തി ആക്കി മാറ്റിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംരംഭം, ഒരു പഴയകാല മന്തി, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അതൊന്ന് പരിചയപ്പെടുത്തണം എന്നൊരു ആഗ്രഹം അങ്ങനെ കണ്ടപ്പോൾ, ഞാൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോഴേ എൻ്റെ ചാനലിലൂടെ അത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അദ്ദേഹത്തിന് അവിടുന്ന് കാണാനും പറ്റി. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.